സാറേ, ഈ യുദ്ധത്തിന്റെ കെടുതികളിൽ നമ്മൾ കേട്ടതിനേക്കാളൊക്കെ മാരകമായ ഒന്ന് കുടിവെള്ളം മുട്ടിക്കുക എന്നുള്ള പദ്ധതിയാണ്. പ്രത്യേകിച്ച് ഈ അറബ് രാജ്യങ്ങളിലെ കുടിവെള്ളത്തിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് ഡീസലൈനേഷൻ പ്ലാന്റുകളാണ്. ഈ കടൽ വെള്ളം ശുദ്ധീകരിച്ച് ശുദ്ധജലമാക്കി മാറ്റുന്ന പദ്ധതി. അതുപോലെ തന്നെ അവിടുത്തെ ജലസേചനത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സോഴ്സ്, ഞാൻ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കറിയാവുന്നത്, ഈ മലിനജലം ശുദ്ധീകരിച്ചിട്ട് ഉപയോഗക്ഷമമാക്കുന്ന പദ്ധതികളാണ്. ഈ വെള്ളത്തിൽ തൊട്ടുള്ള കളി അല്ലെങ്കിൽ ജലയുദ്ധം എന്നൊക്കെ വിളിക്കാവുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് പുതിയ യുദ്ധകാലത്ത് പ്രയോഗിച്ചു തുടങ്ങിയിട്ടുണ്ടോ? അതിന്റെ ഡീറ്റെയിൽസ് എന്താണ്? നമ്മൾ ഈ ജലയുദ്ധം ഭാഷ അത് പ്രയോഗിച്ചത് കൊണ്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ അനുബന്ധിച്ച് അത് നമ്മൾ ചെറിയ തോതിൽ രവി നദിയൊക്കെ നമ്മളൊന്ന് പ്രയോഗിച്ചതാണ്. അത് നദി ജലയുദ്ധം ആയിരുന്നു. ഇതില് ഗൾഫില് ഈ യുദ്ധം നീണ്ടു പോവുകയാണെങ്കിൽ ഇനിയുള്ള ഘട്ടം അത് വെള്ളത്തിൽ തൊട്ടുള്ള യുദ്ധമായിരിക്കും എന്ന റിപ്പോർട്ടുകൾ ഉണ്ട്. ഇത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ചർച്ച ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോഴാണ് അത് വരുന്നത്. അതായത് ബഹ്റൈനും ഇറാനും പരസ്പരം ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തി കഴിഞ്ഞു. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പറഞ്ഞു, അമേരിക്ക ഗ്വഷം ദ്വീപിലെ ഡീസലൈനേഷൻ പ്ലാന്റ്, ജലശുദ്ധീകരണ പ്ലാന്റ് ശനിയാഴ്ച ആക്രമിച്ചു എന്ന് ഇറാൻ ആരോപിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട, ഇറാന് കുടിനീർ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ജലശുദ്ധീകരണ പ്ലാന്റാണ് ഗ്വഷം ദ്വീപിൽ ഉള്ളത്. അത് ശനിയാഴ്ച ആക്രമിച്ചു എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക 30 ഗ്രാമങ്ങൾക്ക് കുടിനീർ കൊടുക്കുന്ന പദ്ധതി ഈ ഗ്വഷം ഐലൻഡിലെ ഡീസലൈനേഷൻ പ്ലാന്റ് ആണ്. അപ്പോൾ ഞായറാഴ്ച ബഹ്റൈൻ പറയുന്നത്, ഞായറാഴ്ച ഇറാൻ ബഹ്റൈനിലെ ഡീസലൈനേഷൻ പ്ലാന്റിൽ ഡ്രോൺ ആക്രമണം നടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡീസലൈനേഷൻ പ്ലാന്റുകൾ പൊതുവെ വൈദ്യുതി ആശ്രയിച്ചിട്ടാണ് ആ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നത്. ഒരു വർഷം 500 മുതൽ 850 മില്യൺ ടൺ വരെ കാർബൺ ഡൈ ഓക്സൈഡ് ഇതിൽ നിന്ന് എമിറ്റ് ചെയ്യും. ഡീസലൈനേഷൻ പ്ലാന്റുകളിൽ നിന്ന് കാർബൺ എമിഷൻ എന്ന് പറഞ്ഞത് പൊല്യൂഷനാണ്, കുഴപ്പമാണ്. ലോകത്ത് 150 രാജ്യങ്ങളിൽ ഡീസലൈനേഷൻ പ്ലാന്റുകളുണ്ട്. 21,000 പ്ലാന്റുകളാണ് ഇന്ന് ലോകത്തുള്ളതെന്നാണ് കണക്ക്, ഈ 150 രാജ്യങ്ങളിലായിട്ട്. അതിൽ എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും 6 മുതൽ 12% വരെ വളർച്ച ഡീസലൈനേഷൻ പ്ലാന്റുകൾ കൂടിക്കൊണ്ടിരിക്കും. പശ്ചിമേഷ്യയിൽ ലോകത്തെ ഡീസലൈനേഷൻ പ്ലാന്റുകളിൽ 70% ഗൾഫ് രാജ്യങ്ങളിലാണ്, പശ്ചിമേഷ്യ. നോർത്ത് ആഫ്രിക്കയിൽ 6% എന്ന് പറഞ്ഞാൽ ലിബിയ, അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അങ്ങനെയാണ് അതിൻ്റെ കിടപ്പ്. അപ്പോൾ ദുബായില് ജബൽ അലി തുറമുഖത്ത്, അതുപോലെ ഫുജൈറ F1 പവർ ആൻഡ് വാട്ടർ കോംപ്ലക്സ് ഫുജൈറയില്, പിന്നെ കുവൈറ്റില് ദോഹ വെസ്റ്റ് പ്ലാന്റ്. അപ്പോൾ ഇത്തരം ഡീസലൈനേഷനുമായി ബന്ധപ്പെട്ട പ്ലാന്റുകളിലൊക്കെ ആക്രമണം നടന്നു കഴിഞ്ഞു ഇപ്പോൾ, എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൻ്റെ തുടക്കം. അപ്പോൾ ഈ അട്ടിമറികൾ, ഭരണകൂട അട്ടിമറികൾ, യുദ്ധ ആക്രമണങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, ഇതൊക്കെ കഴിയുമ്പോൾ പിന്നെ ഈ ഹ്യൂമൻ സെക്യൂരിറ്റി ക്രൈസിസ് വരുമല്ലോ, മനുഷ്യ സുരക്ഷിതത്വ പ്രതിസന്ധികൾ. അതാണ് ഈ കുടിനീര്, വൈദ്യുതി, ശുചിത്വ പ്രവർത്തികൾ, ഇതിനെയൊക്കെ ബാധിക്കുക എന്നുള്ളത്. അപ്പോൾ GCC രാജ്യങ്ങളിൽ 40% കുടിനീർ മൊത്തത്തിൽ ഈ ഡീസലൈനേഷൻ പ്ലാന്റിനെ ആശ്രയിച്ചിട്ടാണ്. ഈ രാജ്യങ്ങളിൽ 400 പ്ലാന്റുകൾ ഉണ്ട് ഈ GCC രാജ്യങ്ങളിൽ. കുവൈറ്റ് 90% കുടിനീരും
ആയിരിക്കും. ഡീസലിനേഷൻ പ്ലാന്റ് വഴിയാണ്. ഒമാൻ 86%, സൗദി 70%, UAE 42%. അപ്പോൾ ഈ പ്ലാന്റുകളില്ലാതെ ഈ രാജ്യങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ നിലനിൽക്കാൻ കഴിയില്ല. ചൂടാണ്, മഴയില്ല, നഗര ജനസംഖ്യ കൂടുതലാണ്. അപ്പോൾ ജീവിതം ഈ ഡീസലൈനേഷൻ പ്ലാന്റുകൾ ഇല്ലാതെ അവിടെ നടക്കില്ല. എണ്ണക്ഷാമം പിന്നെയും കൈകാര്യം ചെയ്ത് പോകാം, പക്ഷെ ജലക്ഷാമം അത് പറ്റില്ല. അതിന് റേഷനിങ് പറ്റില്ല. പെട്രോളിനൊക്കെ റേഷനാവാം, കുടിവെള്ളത്തിന് റേഷൻ എങ്ങനെ സാധിക്കും? ഖത്തറിലെ പ്രധാനമന്ത്രി 2025 തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു മുന്നറിയിപ്പ് പങ്കുവച്ചിരുന്നതാണ്. ഇറാന്റെ ആണവ കേന്ദ്ര ആക്രമണം നടന്നല്ലോ ജൂണില് കഴിഞ്ഞ കൊല്ലം. അപ്പോൾ ഇത് വെള്ളത്തിന്, ഈ ആണവ കേന്ദ്രങ്ങളെ നിങ്ങൾ ഇറാനിൽ ആക്രമിക്കുകയാണെങ്കിൽ ഇത് ഇവിടുത്തെ വെള്ളത്തിനെ കണ്ടാമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഖത്തറിന്റെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. വികിരണം ഈ ഡീസലൈനേഷനെ പ്ലാന്റുകളെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയിരുന്നു. അതിൽ വാസ്തവമുണ്ട്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടുള്ള വികിരണം ഈ ശുദ്ധജലത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഖത്തർ, UAE, കുവൈറ്റ് ഇത്തരം രാജ്യങ്ങളെയൊക്കെ ബാധിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഖത്തർ, UAE, കുവൈറ്റ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ തന്നെ ആ റേഡിയേഷൻ കൊണ്ട് ഈ വെള്ളത്തിനെയൊക്കെ ബാധിക്കുന്നു ഖത്തർ പ്രധാനമന്ത്രി കഴിഞ്ഞ കൊല്ലം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തില് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ 3 ദിവസത്തിൽ ഈ പോർട്ടബിൾ വാട്ടർ, ഈ ഡീസലൈനേഷൻ പ്ലാന്റുകളെ ആക്രമിക്കാൻ തുടങ്ങിയാൽ 3 ദിവസം കൊണ്ട് തന്നെ ഈ കുടിനീർ വിതരണം നിലയ്ക്കും. 15 ഭീമൻ ജലസംഭരണികൾ പുതുതായിട്ട് ഖത്തർ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഈ ആണവ കേന്ദ്ര ആക്രമണം നടന്ന ശേഷം ഈ 15 ഭീമൻ ജലസംഭരണികൾ ഖത്തർ ഉണ്ടാക്കി ഒരു അടിയന്തര ഘട്ടം തരണം ചെയ്യാൻ വേണ്ടി. 2008 ഈ ഒരു അമേരിക്കൻ കേബിൾ സൗദിയിൽ നിന്ന് അമേരിക്കയിലേക്ക്, അമേരിക്കൻ നയതന്ത്രജ്ഞർ 2008 സൗദിയിൽ നിന്ന് വാഷിങ്ടണിലേക്ക് അയച്ചൊരു രഹസ്യ കേബിൾ ചോർന്നിരുന്നു. അതായത് ജുബൈൽ ഡീസലൈനേഷൻ പ്ലാന്റ് റിയാദിലെ 90% കുടിനീരും ഈ ജുബൈൽ ഡീസലൈനേഷൻ പ്ലാന്റ് വഴിയാണ്. അപ്പോൾ അതിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഒഴിപ്പിക്കേണ്ടി വരും സൗദി. അതില്ല എങ്കിൽ അവിടെ സർക്കാർ ഉണ്ടാവുകയില്ല, സർക്കാർ തന്നെ അട്ടിമറിക്കപ്പെടും. എന്നൊരു കേബിള് 2008 അമേരിക്ക അയച്ചിട്ടുണ്ട് വാഷിങ്ടണിലേക്ക് സൗദിയിൽ നിന്ന്. അപ്പൊ സൗദിയെ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ ഇതിന്റെ അർത്ഥം? അമേരിക്കയിലേക്ക് ഇവിടുത്തെ സ്ഥാനപതി അയക്കുമ്പോൾ നമുക്ക് സൗദിയെ വരുതിയിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ ഈ ജുബൈൽ ഡീസലൈനേഷൻ പ്ലാന്റ് ആക്രമിച്ചാൽ മതി. ആ ഒറ്റ ഇതുകൊണ്ട് നമുക്ക് ഇവരെ കെടുതിയിലാക്കാം. ഇതാണ് ഇതിന്റെ അർത്ഥം ഈ പറഞ്ഞതിന്റെ. എന്ന് പറഞ്ഞാൽ പണ്ടേ അമേരിക്ക ഇത്തരം കാര്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ട് എന്നുള്ള അർത്ഥം. ഇപ്പൊ കുടിനീര് കിട്ടുന്നില്ല എങ്കിൽ ആശുപത്രികള്, വീടുകൾ അല്ലേ, ഭയങ്കര ചൂടല്ലേ, പിന്നെ സാധനങ്ങളുടെ വില, വിമാന യാത്രകൾ, ഇതിനെയൊക്കെ ബാധിക്കും. എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുടെ ഉൾപ്പെടെ എണ്ണ മാത്രമല്ല ആ രാജ്യങ്ങളെ തന്നെ പിടിച്ചടക്കാനുള്ള ഒരു അജണ്ട അമേരിക്കക്ക് ഉണ്ട് എന്നർത്ഥം. 2008 തന്നെ ഉണ്ടായിരുന്നു, അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അടുത്ത ഘട്ടം, ഈ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വെള്ളത്തിനെ തൊട്ടിട്ടാണ് എന്നുള്ളതാണ്. പിന്നെ പ്രത്യക്ഷത്തിലാവേണ്ട ഒരു ഗുണമുണ്ട് സാർ. ഈ ജുബൈലിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ജുബൈല് ഷിയ ഭൂരിപക്ഷ പ്രദേശമാണ് സൗദി അറേബ്യയിൽ. അപ്പൊ ജുബൈൽ പ്ലാന്റ് തകർത്തുള്ള ഗുണം ആദ്യം ഷിയാക്കൾക്ക്, അവിടുത്തെ ഇറാൻ അനുകൂലികളായ ഷിയാക്കൾക്ക് കുടിവെള്ളം മുട്ടും. അല്ല, ഈ ജുബൈലിന്റെ കഥ ഇപ്പൊ പറഞ്ഞപ്പോ അമേരിക്കൻ കേബിളില് ഇത് റിയാദിലെ 90% ജലവിതരണം അവിടെ അങ്ങോട്ട് പോകുന്നുണ്ട് തീർച്ചയായിട്ടും. കാരണം റിയാദ് സെന്ററിലാണല്ലോ. കേന്ദ്രത്തിൽ തന്നെ വേണമെന്നില്ലല്ലോ, പൈപ്പ് ലൈനിൽ ആക്രമിച്ചാലും എവിടെയായാലും മതി. എന്തായാലും അത് വല്ലാത്തൊരവസ്ഥയാണ്. എന്തായാലും
ഇനി അങ്ങോട്ട് യുദ്ധത്തിന്റെ ഗതി ഏതൊക്കെ വഴിയിലൂടെ, ഏതൊക്കെ പൈപ്പ് ലൈനിലൂടെ, ഏതൊക്കെ കേബിളിലൂടെ മനുഷ്യന്റെ അല്ല, ഈ ഒരു തിരിച്ചറിവ് ഉണ്ടെങ്കിൽ ഈ ഗൾഫ് രാജ്യങ്ങൾ തന്നെ ഈ യുദ്ധത്തിന് എതിരാവുകയല്ലേ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ പ്രതിരോധിക്കുക എന്നത് ഗൾഫ് രാജ്യങ്ങളുടെ മൊത്തം അനിവാര്യമായ ഒരു സാഹചര്യമാണ്. അവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ അമേരിക്കൻ താവളങ്ങളൊക്കെ അവിടെ ഈ രാജ്യങ്ങൾ കൊടുത്തു. അത് ഇറാനിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്. ചില രാജ്യങ്ങൾ ഇസ്രയേലിൽ നിന്ന് സംരക്ഷണവും ത്തിന് വേണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ ഈ സംരക്ഷണം തന്നെ ഇപ്പോ വെള്ളത്തിലായിരിക്കില്ല. സംരക്ഷണം ഉറപ്പില്ലല്ലോ. അമേരിക്കക്ക് താവളം കൊടുത്തിട്ട് കൂടുതൽ ഭീഷണിയിലേക്കല്ലേ ഈ രാജ്യങ്ങൾ പോയത്. തീർച്ചയായിട്ടും. ഏതായാലും ഈ യുദ്ധത്തിന്റെ ഈ പരിണാമം എനിക്കൊന്ന് അറബ് രാജ്യങ്ങളെ ഒരുപാട് പുനർചിന്തനത്തിന് വിധേയമാക്കും. അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വലിയ മാറ്റം വരുത്തും എന്ന് വേണം കരുതാൻ. ഇപ്പൊ നിലനിൽക്കുന്ന ചിത്രമാവില്ല ഇനി അങ്ങോട്ട്. ഈ യുദ്ധാനന്തര ലോകം, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ്, വലിയ തോതിൽ ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വലിയ മാറ്റം വരും എന്ന് വേണം നമുക്ക് കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.